തിരുവനന്തപുരം ഭാഗത്തേക്ക് നമ്മൾ പോയപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ വീട്, ശ്രീ സാക്ഷാൽ മോഹൻലാലിൻ്റെ വീട് എന്തായാലും ഒന്ന് പോയി കാണണം. കാരണം നമ്മൾ എപ്പോഴും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന ആളുകളല്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ലാലേട്ടൻ്റെ ആ വീടൊന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. മുഴുവൻ ഭാഗത്താണ് ലാലേട്ടൻ്റെ വീടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ലാലേട്ടൻ ജനിച്ചു വളർന്നതും ആദ്യമായിട്ട് സിനിമയ്ക്ക് മുഖം കാണിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഷൂട്ടിംഗ് നടന്നതും ഈ വഴികളിലാണെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് ലാലേട്ടൻ്റെ വീട്. നമ്മൾ പല ഫോട്ടോയിലും പല വീഡിയോസിലും കണ്ടിട്ടുള്ള വീട് തന്നെയാണ്. ലാലേട്ടൻ്റെ അച്ഛൻ്റെ പേരിൽ തന്നെയാണ് അവിടെ എപ്പോഴും നെയിം ബോർഡ് വെച്ചിരിക്കുന്നത്. വളരെ വൃത്തിയോട് കൂടി തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നമ്മളൊരു കെയർ ടേക്കറിനെ കണ്ടു. അപ്പോൾ കെയർ ടേക്കറിനോട് ലാലേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് നേരം സംസാരിച്ചു നിന്നു. ലാലേട്ടൻ ഇപ്പോഴുണ്ടോ അല്ലെങ്കിൽ വരാറുണ്ടോ, അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിലാണ് ചെന്നത്. അപ്പോൾ ലാലേട്ടൻ ഇടയ്ക്ക് വരാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ലാലേട്ടൻ്റെ അച്ഛൻ ഉപയോഗിച്ചതും മറ്റൊരു കാറും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ടാണ് ലാലേട്ടൻ്റെ അമ്മയായാലും അച്ഛനെ ആയാലും സഹോദരനെ ആയാലൊക്കെ അടക്കം ചെയ്തിരിക്കുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ആയിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ലുലു മാള് കാണാം എന്നുള്ള രീതിയിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ കൊച്ചി എടപ്പള്ളി ഭാഗത്തുള്ള ലുലു മാളിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. നമ്മുടെ വീട് അതിൻ്റെ അടുത്തായതുകൊണ്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് അങ്ങനെ അധികം വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ലുലു മാള് ഇത്ര നാളായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കൊച്ചി ലുലു മാളിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. ഇവിടെ നല്ലൊരു വിശാലമായിട്ടൊരു പാർക്കിംഗ് ഏരിയ അകത്തും പുറത്തും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊച്ചി ലുലു മാളിനെ അപേക്ഷിച്ച് നല്ലൊരു വിശാലമായ ഏരിയയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 3 നിലകളാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 3 നിലകളിലും കൂടി എല്ലാ ഷോപ്സും എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എയറി ഫീലിംഗ് എനിക്ക് തോന്നി. പിന്നെ അധികം കൺജഷൻ ഫീൽ ചെയ്തില്ല. പിന്നെ എല്ലാ ഷോപ്പുകളും നമുക്ക് നല്ല ഒരു വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചി ലുലു മാളിലാണെങ്കിൽ നമുക്ക് ഓരോ ഏരിയയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വലിയൊരു ഫുഡ് കോർട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ എനിക്ക് ആകെ തോന്നിയൊരു പ്രശ്നം, വാഷ്റൂം ആണെങ്കിൽ ജെൻസിൻ്റെ ഒരു സൈഡിൽ ലേഡീസിൻ്റെ ഒരു സൈഡിലാണ്. എസ്കലേറ്റേഴ്സും ലിഫ്റ്റൊക്കെ ആണെങ്കിലും അത് ആക്സസ് ചെയ്യണമെങ്കിൽ കുറേ അധികം നടക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിൻ്റെ ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ കൊച്ചി ലുലു മാളിലൊക്കെ പെട്ടെന്ന് ആക്സസബിൾ ആണ്. വാഷ്റൂം ആണെങ്കിലും ലിഫ്റ്റും സ്റ്റേഴ്സൊക്കെ ആണെങ്കിലും. ഇവിടെ നടന്ന് നമ്മുടെ ഉൾപ്പാടുകൾ ആ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയത്. ഫെസിലിറ്റീസൊക്കെ കൊച്ചി ലുലു മാളിൽ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫുഡ് കോർട്ടിൽ ഒരെൻഡിലാണ് ഇരിക്കുന്നതെങ്കിൽ വീണ്ടും മറ്റേ എൻഡിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണമെങ്കിലും ഈ നടന്ന് ആവശ്യതയും ആ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. അത് അല്ലാതെ ഫെസിലിറ്റീസ് കൂടുതലും തിരുവനന്തപുരം ലുലു മാളിലായിട്ടാണ് എനിക്ക് തോന്നിയത്.